പടച്ചോനെ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും അല്ലാഹു വലിയ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നൽകട്ടെ. എല്ലാവർക്കും റാഹത്താണെന്ന് വിശ്വസിക്കാൻ. എല്ലാവർക്കും റാഹത്ത് അൽഹംദുലില്ലാ പറയും. എല്ലാവരും അൽഹംദുലില്ലാ. നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, ജോലിയിൽ, എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മമാരൊക്കെ അടുക്കള ജോലിക്കിടയിലും നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത് ഇത് നമ്മോടൊപ്പം ചൊല്ലി ആമീൻ പറയാണ്. പടച്ചോനെ ഒരാളെയും നീ ഹായിബാക്കല്ല റഹ്മാനെ. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? നമുക്കൊന്ന് അല്ലാഹുവിലേക്ക് ദിക്റുകൾ ചൊല്ലി ഈ പ്രഭാത സമയത്ത് ഒന്ന് കണ്ണുനീരൊഴുക്കണം. അതിലൂടെ നമ്മുടെ ദുനിയാവ് റാഹത്താവണം, അതിലുപരി നമ്മുടെ ആഖിറം സന്തോഷത്തിലാവണം. എല്ലാ പ്രയാസങ്ങളും മാറി റാഹത്തുള്ള ഒരു ജീവിതം വേണം. രണ്ട് ലോകവും ഇസ്സത്തുണ്ടാവണം അല്ലെ? രണ്ട് ലോകത്തും ഇസ്സത്തോടുകൂടെ ജീവിക്കണം. ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ, ആരെക്കൊണ്ടും ഒരു മോശം അഭിപ്രായം പറയിപ്പിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ കാരണം ആരുടെ മനസ്സും വേദനിച്ചു പോവാതെ നല്ല ഒരു ജീവിതം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നല്ല മരണം അല്ലാഹു നൽകുക. അങ്ങനെ നല്ല മൗത്ത് കിട്ടുന്നവരിൽ നല്ലൊരു മരണം, ആരാഗ്രഹിക്കാത്തത് നല്ല മരണം. നമ്മളെല്ലാവരുടെയും ആഗ്രഹം അതാണ്. മരിക്കുന്ന സമയം നല്ല ഒരു സദസ്സിൽ വെച്ച് ഈമാനോടുകൂടെ കലിമ ചൊല്ലി നല്ല റാഹത്തോടുകൂടെ നല്ല ഒരു മരണം നമുക്ക് ലഭിക്കണം. നമ്മുടെ ജനാസ അനുഗമിക്കാൻ, നമ്മളെ മയ്യത്ത് നിസ്കാരത്തിൽ ഒക്കെ ധാരാളം മുഅ്മിനീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടണം. അങ്ങനെയല്ലേ നല്ല നല്ല ജീവിതം നയിച്ചപ്പോഴല്ലേ നമ്മുടെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയത്. അവർ നല്ല ജീവിതം നയിച്ചപ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര എത്ര മഹാന്മാരായ സൂഫിയാക്കൾ ഈ മാസം നമ്മൾ അനുസ്മരിക്കപ്പെടുന്ന എത്ര മഹത്തുക്കളുണ്ട്. ഒമാനൂർ ശുഹദാക്കളടക്കം. അതുപോലെ തന്നെ ഖുറാത്തങ്ങൾ അവര് വഫാത്തായിട്ടും ഇന്നും നമ്മൾ അവരെ അനുസ്മരിക്കുകയാണ്, അവരുടെ ആണ്ട് കഴിക്കുകയാണ്. എന്താ കാരണം? അവർ നല്ല രൂപത്തിൽ ജീവിച്ചതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് മാതൃകയായ രൂപത്തിൽ അല്ലാഹുവിലേക്ക് അടുത്ത് സൂക്ഷ്മമായ ഒരു ജീവിതം ജീവിച്ചപ്പോ അങ്ങനെ ജീവിക്കുന്നതായ മഹത്തുക്കളായ ഔലിയാക്കൾ, മഹത്തുക്കൾ, അവർ രണ്ട് നിലക്ക് ജീവിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരുടെ ദുനിയാവിലുള്ള യഥാർത്ഥ ജീവിതം, മറ്റൊന്ന് മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ അവരുടെ മരണത്തിന് ശേഷവും അവർ ജീവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഖുറാത്തങ്ങൾ വഫാത്തായിട്ടും മുഅ്മിനീങ്ങളായ വിശ്വാസികളുടെ ഖൽബിൽ ഇന്നും അവരുണ്ട്. കാരണം അവർ ആ രൂപത്തിൽ ജീവിച്ചതുകൊണ്ടാണ്. മഹാനായ മടവൂർ ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി. പക്ഷേ ഇന്നും 34 വർഷമായി ശൈഖുന വഫാത്തായിട്ട്. പക്ഷെ ഇന്നും ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സിഎം വലിയുല്ലാഹി ജീവിച്ചിരിക്കുകയാണ്. അല്ലേ? നമ്മൾ ഇന്നും അവരെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് അവരുടെ ജീവിതത്തിന്റെ മഹത്വം. ആ രൂപത്തിൽ നല്ല ഒരു ജീവിതം നയിച്ചാൽ നമ്മളെയും ഓർക്കാൻ ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ടാകും. ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു നല്ലൊരു ജീവിതം നൽകുമാറാവട്ടെ. നല്ല ജീവിതം നയിക്കുമ്പോഴാണ് നല്ല മരണം കിട്ടുക. അത് വെറുതെ കിട്ടുന്ന സംഗതിയല്ല. നല്ല ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നല്ല മരണം അല്ലാഹു നൽകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. റസൂലുള്ളാഹിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു മയ്യത്തിനെ, ഒരു ജനാസയെ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. ആ ജനാസ കണ്ടപാട് മുത്തുനബി പറഞ്ഞു, വജബത്, നിർബന്ധമായി പോയി. അവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ മറ്റൊരു ജനാസ മയ്യത്ത് കൊണ്ടുവരികയാണ്. ആ മയ്യത്ത് കണ്ടപ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞു, വജബത്, ഈ മയ്യത്തിന് നിർബന്ധമായി പോയി.
സ്വഹാബത്തിന് ആകെ കൺഫ്യൂഷനായി, സംശയായി. എന്താ രണ്ട് ജനാസ കൊണ്ടുവന്നപ്പോഴും നിർബന്ധമായി പോയി എന്ന് പറയാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് രണ്ട് ജനാസ കൊണ്ടുവന്നപ്പോഴും അങ്ങ് വജബത്ത് നിർബന്ധമായി പോയി എന്ന് പറയാനുള്ള കാരണം എന്താണ് യാ നബിയേ? ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയാണ്, ഒന്നാമത്തെ ജനാസ മയ്യത്ത് കൊണ്ടുവന്നപ്പോ ആ മയ്യത്തിനെ പറ്റി ജനങ്ങൾ നല്ലത് പറയുന്നുണ്ട്. സ്വഹാബ ജനങ്ങളൊക്കെ ആ മയ്യത്തിനെ പറ്റി നല്ലതാണ് പറയുന്നത്. അതുകൊണ്ട് ആ മയ്യത്ത് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മരിച്ചാൽ നമ്മളെ പറ്റി മറ്റുള്ള ജനങ്ങൾ നല്ലത് പറയണമെങ്കിൽ നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കണം. അങ്ങനെ നല്ല രൂപത്തിൽ ജീവിച്ചാൽ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിനും ജനാസ കർമ്മങ്ങൾക്കൊക്കെ ധാരാളം ആളുകൾ പങ്കെടുക്കും. നമ്മളെ പറ്റി ആളുകൾ നല്ലത് പറയും. അങ്ങനെ നല്ലത് പറയുമ്പോൾ അവർ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ വജബത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശം മറ്റുള്ള ജനങ്ങൾ നല്ലത് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെ വജബത്ത് അദ്ദേഹത്തിന്, ആ മയ്യത്തിന് സ്വർഗം നിർബന്ധമായി പോയി എന്ന ഉദ്ദേശത്തിലാണ്. രണ്ടാമത്തെ മയ്യത്ത് കൊണ്ടുവന്നപ്പോഴും ഞാൻ വജബത്ത് എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിനെ പറ്റി ജനങ്ങൾ മോശം പറയുന്നുണ്ട്, ജനങ്ങൾ മോശം അഭിപ്രായം ആ മയ്യത്തിനെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വജബത്തിന്നാർ, ആ മയ്യത്തിന് നരകം നിർബന്ധമായി പോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പറ്റി മറ്റുള്ളവർ നല്ലത് പറയണം, അങ്ങനെ ജീവിക്കണം, ആ രൂപത്തിൽ ജീവിക്കാൻ കഴിയണം. എല്ലാരും നമ്മളെ പറ്റി നല്ലത് പറയാം, അതൊന്നും നടക്കൂല. പക്ഷെ നല്ലവരായ ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയണം. എല്ലാരും നല്ലത് പറഞ്ഞോളണമെന്നൊന്നുമില്ല. അസൂയയും കുശുമ്പും അഹങ്കാരവും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും, വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ടാവും. എല്ലാരും നല്ലത് നമ്മളെ പറ്റി നല്ലത് പറഞ്ഞോളണം, അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാരും നമ്മളെ പറ്റി നല്ലത് പറയൂല. പക്ഷെ നല്ലവരായ ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയണം. നല്ലത് പറയുന്ന ആൾക്കാരെ പറ്റിയല്ല നല്ല ആൾക്കാരെന്ന് പറയുള്ളൂ. അപ്പൊ നല്ലവരായ ആളുകൾ അവർ നമ്മളെ പറ്റി നല്ലത് പറയണം. മുഅ്മിനീങ്ങളായ ആളുകൾ ഒരു മയ്യത്തിനെ പറ്റി നല്ലത് പറയുന്നുണ്ടോ, ആ മയ്യത്ത് സ്വർഗത്തിലാണ്. നേരെ മറിച്ച് മയ്യത്തിനെ പറ്റി കുറ്റം, മയ്യത്തിന്റെ കുറ്റം നമ്മൾ പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ചുപോയവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയൂല, എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് പറയാൻ കഴിയൂല. എപ്പോ മരിച്ചാലും ഈമാൻ സലാമത്തായി നല്ല ഒരു മൗത്ത് നമുക്ക് വേണം. ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ അതല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച രാവിലോ നല്ല ഒരു മൗത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്.